രാഷ്ട്രീയ ഭൂപടം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിയെ പ്രതിരോധിക്കാനും അധികാരം തിരിച്ചുപിടിക്കാനും UDF തന്ത്രങ്ങൾ മെനയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പത്തനംതിട്ട MP ആന്റോ ആന്റണി എത്തിയേക്കുമെന്ന വാർത്തകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. നേതൃമാറ്റത്തിന്റെ പശ്ചാത്തലം നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്ന ഒരാൾ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് സംഘടനാ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ്. ഒരു ഭാഗത്ത് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ശക്തമായ ഒരു നേതൃത്വം പാർട്ടിയെ നയിക്കേണ്ടതുണ്ട്. വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും വണ്ടൂരിലും കുണ്ടറയിലും യഥാക്രമം മത്സരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ KPCC ആസ്ഥാനത്ത് മുഴുവൻ സമയവും ലഭ്യമാകുന്ന ഒരു നേതാവിന്റെ ആവശ്യം ഡൽഹി നേതൃത്വം ഗൗരവമായി എടുത്തിരിക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ പത്തനംതിട്ടയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ ആന്റോ ആന്റണിയാണ്. ഡൽഹിയിൽ വലിയ സ്വാധീനമുള്ള ആളുമാണ്. ഇതിന് പിന്നിലെ പ്രധാന ഘടകം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുമായുള്ള അദ്ദേഹത്തിന്റെ ദൃഢമായ സൗഹൃദമാണ്.